നമുക്ക് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റ് ICT പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ചുമരിലെ വർണ്ണചിത്രങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റിൽ ക്രിട്ട ഉപയോഗിച്ച് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന രീതിയിൽ പക്ഷിയെ വരയ്ക്കുന്ന വിവിധ ഘട്ടങ്ങളൊന്ന് നോക്കാം. ആദ്യം ക്രിട്ട ഓപ്പൺ ചെയ്യുന്നു. ക്രിട്ട ഓപ്പൺ ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇതുപോലെ പക്ഷിയെ വരയ്ക്കുന്നു. ആദ്യം നമ്മൾ ഓരോ ലെയറായിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ആദ്യത്തെ ഒരു ലെയർ പ്രിൻ്റ് ലെയർ 1 എന്ന് പറയുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പേര് മാറ്റാം. അതിനെ നമ്മൾ അതിൻ്റെ ഹെഡ് എന്ന് കൊടുത്തു. ഹെഡ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഹെഡ് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എലിപ്സ് ടൂളാണ്. എലിപ്സ് ടൂൾ എടുക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഇത് നോർമൽ ബേസിക് 1 ആണോ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ആദ്യം കളറും വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഫോർഗ്രൗണ്ട് കളറും സെലക്ട് ചെയ്യും. ആദ്യം നമ്മൾ എലിപ്സ് ടൂൾ എടുത്തതിന് ശേഷം സൈസ് വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏകദേശം ഒരു 10-ൽ താഴെയുള്ള ഒരു ടൂൾ ഇതെടുത്തതിന് ശേഷം നമ്മളൊരു സർക്കിള് വരച്ചു അതിൻ്റെ ഹെഡായിട്ട്. നെക്സ്റ്റ് അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ ആഡ് ലെയർ എന്നുള്ളതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലെയർ വരും. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മളടുത്ത ബോഡിയാണ്. ബോഡി എന്ന് എഴുതി എൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ വീണ്ടും അതേ എലിപ്സ് ടൂൾ തന്നെ വെച്ചിട്ട് സൈസൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ബോഡിയുടെ ഒരു എലിപ്സ് ടൂള് എടുക്കും. എലിപ്സ് ടൂൾ എടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് മൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോം എ ലെയർ ഓർ സെലക്ഷൻ. ക്ലിക്ക് ചെയ്തതിന് ശേഷം വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൻ്റെ വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്ത് മുകളിലോട്ട് വെച്ചിട്ട് അതിനകത്ത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് നമുക്ക് അറേഞ്ച് ചെയ്യാം എങ്ങനെ വേണം. ഓക്കെ, നമുക്കിപ്പോൾ പക്ഷിയുടെ ബോഡിയുമായി ഇവിടെ സെലക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെലക്ഷൻ അങ്ങ് മാറും. നമുക്ക് അടുത്തൊരു ടൂളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ബെസിയർ കർവ് ടൂൾ എടുത്തിട്ട് കൃത്യമായിട്ട് വേണമെങ്കിൽ സൂം ചെയ്ത് വേണമെങ്കിലും ഇത് വരയ്ക്കാം. ബെസിയർ കർവ് ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായിട്ട് ചേർന്നിരിക്കും. നമുക്കറിയാം ഈ ഭാഗം അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ബ്രഷിൻ്റെ അതിനകത്ത് തന്നെയാണ് പോകുന്നത്. ബ്രഷിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള നമ്മൾ ബ്രഷ് ടൂൾ എടുക്കണം. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഇതാണ് ഇറേസർ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മായ്ച്ചു. ആ ഭാഗം മായ്ച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇന്നും സൂം ഔട്ടും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അതുപോലെ ഈ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു മാറ്റവും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ബെസിയർ കർവ്സ് ടൂൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. അതിനുശേഷം ഇറേസ് ടൂൾ മാറ്റണം. ഇങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോർമൽ ബേസിക് ടൂൾ ആക്കി അതിന് ശേഷമാണ് ഇത് ചെയ്യാവും. കുറച്ചുകൂടെ ഒന്ന് നമുക്ക് സൂം ചെയ്യാം. ബെസിയർ കർവ് ഉപയോഗിച്ച് ഹെഡിൻ്റെ ഭാഗത്ത് വരുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഇതുപോലെ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു. ലാസ്റ്റ് വരുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടാണ് അത് ക്ലോസ്. പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഈ എൻഡ് വരുന്ന ഭാഗമൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറേസ് ടൂൾ വീണ്ടും എടുക്കുക. ഇറേസ് ടൂൾ എടുക്കുമ്പോൾ ബ്രഷ് ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് ഇറേസ് ടൂൾ എടുത്ത് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കുറച്ചും കൂടെ ബ്രഷ് ടൂൾ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കിയിട്ട് നമുക്ക് ചെറിയ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പറയുന്നത് അടുത്തതിൻ്റെ ബീക്കാണ്. നെക്സ്റ്റ് അടുത്ത ലെയർ എടുക്കുന്നു.
ലെയറിൻ്റെ പേര് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ മാറ്റുന്നു. ബീക്കൊന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ബെസിയർ കർവ് ഉപയോഗിച്ച് ശ്രദ്ധിക്കുക, ഇറേസ് ടൂളായിരിക്കും ഇരിക്കുന്നത്. ഇറേസ് ടൂൾ മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ബീക്കിൻ്റെ കണക്ക്, ബീക്കിൻ്റെ രീതിയിൽ നമുക്ക് ഒരു ഇത് വരയ്ക്കാം. ഇത് ക്ലോസ്ഡ് ആയിട്ട് തന്നെ വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നെക്സ്റ്റ് അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ടെയിലുണ്ട്, വാല് പോലെ. നെക്സ്റ്റ് ലെയർ എടുക്കാം, പേര് മാറ്റുന്നു, ടെയിലെന്ന് എടുത്തു, എൻ്റർ ചെയ്തു. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ചിത്രത്തിൻ്റെ രീതിയിൽ ഒരു ടെയിലും കൂടെ നമ്മൾ വരയ്ക്കുന്നു. ബെസിയർ കർവ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഇതേപോലെ ബെസിയർ കർവ്സ് ഉപയോഗിച്ച് ഏകദേശം ചിത്രങ്ങളൊക്കെ വരച്ചു. അതിനുശേഷം നമുക്കിതിന് കളർ കൊടുക്കേണ്ടതുണ്ട്. കളർ കൊടുക്കാൻ വേണ്ടി ആദ്യം ബീക്കിൻ്റെ കളർ കൊടുക്കുമ്പോഴത്തേക്ക് ബീക്കിൻ്റെ ലെയർ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ബീക്ക് നമ്മൾ സെലക്ട് ചെയ്തു. ബീക്കിന് അവർ പറഞ്ഞിരിക്കുന്ന കളർ തന്നെ വേണമെങ്കിൽ നമുക്ക് അതുപോലെ എടുക്കാം. റെഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഇവിടുത്തെ കളറ് റെഡ് ആവണം. ഇവിടെ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, അത് റെഡാക്കാം. റെഡാക്കിയതിന് ശേഷം ഫിൽ ടൂളുണ്ട് ഇതിനകത്ത്. എടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതാവുന്നു. അതുപോലെ നമ്മൾ ആ ചിത്രത്തിൽ നോക്കുമ്പോൾ അറിയാം, നമ്മുടെ വാലിൻ്റെ കളർ ഒരു ബ്ലൂ ആണ്. ഇതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഒരു ബ്ലൂ കളർ എടുക്കുന്നു. ബ്ലൂ കളർ എടുത്തതിന് ശേഷം ടെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൊടുക്കുന്നു, കളറായി. ഇനി അതിൻ്റെ ബോഡിയിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കളറ് ബോഡിയിൽ വേണമെങ്കിൽ ഒരു ഗ്രേഡിയൻ്റ് കളറാണ്, ബ്ലൂവും ഗ്രീനും ചേർന്ന ഒരു ഗ്രേഡിയൻ്റ് കളർ. അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഗ്രേഡിയൻ്റ് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതാണ് ഗ്രേഡിയൻ്റ് കളർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ആദ്യത്തെ ഫോർഗ്രൗണ്ട് ടു ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ കളർ ബ്ലൂവും ഗ്രീനും ആണ്. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരും. കളർ സെലക്ട് ചെയ്യുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഈ ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രീൻ കളറാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഗ്രീൻ കളർ നമ്മൾ സെലക്ട് ചെയ്തതിന് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഗ്രേഡിയൻ്റ് കളറായി. ഇനി ഗ്രേഡിയൻ്റ് ടൂൾ നമ്മൾ ശ്രദ്ധിക്കുക, ഹെഡാണെങ്കിൽ ഹെഡ് സെലക്ട് ചെയ്തിട്ട് കണ്ടിജിയസ് ടൂൾ എന്ന് പറയുന്നത് സെലക്ട് ഹെഡിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഹെഡിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേഡിയൻ്റ് ടൂൾ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ പോകും. അതുപോലെ ബോഡിയും സെലക്ട് ചെയ്യുന്നു. ബോഡിയിലും ഇതുപോലെ തന്നെ സെലക്ഷൻ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീസെലക്ട് കൊടുത്ത ആ സെലക്ഷൻ പൊയ്ക്കോളും. അതുപോലെ ബോഡിയിലും നമുക്ക് ഗ്രേഡിയൻ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ജിസ് ടൂൾ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആ ഭാഗം മാത്രം സെലക്ട് ആവുന്നുണ്ട്. അതിനുശേഷം ഗ്രേഡിയൻ്റ് ടൂൾ എടുത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ. അപ്പോൾ അതും ചെയ്തു. ഇനി നമുക്ക് സെലക്ട് ഉണ്ടെങ്കിൽ ഡീസെലക്ട് കൊടുത്തു. നെക്സ്റ്റ് ഒരു കണ്ണിൻ്റെ ചിത്രവും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഒരു വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഒരു പടവും കൂടെ വരയ്ക്കാം. സർക്കിൾ ടൂൾ എടുത്ത് ഒരു സർക്കിൾ വരച്ചു. അതിനകത്തൊരു ഫിൽ കളർ വൈറ്റ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ കളർ മാറ്റി നമുക്ക് വൈറ്റ് ആക്കേണ്ടി വരും. ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ആക്കാം. വൈറ്റ് ആക്കിയതിന് ശേഷം ഫിൽ കളർ ഉപയോഗിച്ച് ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് ഒരു കാലിൻ്റെ പടവും കൂടെ ഉണ്ട് അതിനകത്ത്. യെസ്, ആ കാലും കൂടെ നമുക്ക് ജസ്റ്റ് ബെസിയർ കർവ്സ് ടൂൾ ഉപയോഗിച്ച് തന്നെ. ഇനി അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളതൊരു കാലിൻ്റെ ചിത്രമായിരുന്നു. അപ്പോൾ നമ്മൾ കാലിൻ്റെ ചിത്രം ബെസിയർ കർവ്സ് ടൂൾ ഉപയോഗിച്ച് തന്നെ കാലിൻ്റെ ചിത്രം വരയ്ക്കാം. ഒരു പക്ഷിയുടെ കാല് പോലെ വരച്ചതിന് ശേഷം
ഫിൽ കളർ ഉപയോഗിച്ച് അതിനെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതായപ്പോഴത്തേക്ക് നമുക്ക് ചിത്രം വരച്ചതിന് ശേഷം ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് ആക്കാം. എല്ലാ ലെയറും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ക്വിക്ക് ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒറ്റ ചിത്രമായിട്ട് മാറും. ഒറ്റ ചിത്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചെയ്ത കണക്ക് ട്രാൻസ്ഫോം ലെയർ ഉപയോഗിച്ച് ഇതിനെ നമുക്ക് ചെറുതാക്കിയോ വലുതാക്കിയോ കൃത്യമായ സ്ഥലത്ത് നമുക്കിതിനെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.